ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു എൻ്റെ അമേരിക്കൻ വ്ളോഗ്സ്. അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷം ഞാനൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. ഇത് ഞങ്ങൾ കാൻകൂൺ മെക്സിക്കോയിലേക്ക് പോണ ഒരു വ്ളോഗാണ്. അവിടെ ഒരു 3 ഡേയ്സിൻ്റെ സ്റ്റേക്ക് വേണ്ടിയാണ് ഞങ്ങൾ പോണത്. അവിടെ ഞങ്ങളൊരു ഓൾ ഇൻക്ലൂസീവ് റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഹലോ ഗായ്സ്, അപ്പോൾ 4 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റാണ് നമുക്ക് കാൻകൂണിക്ക്. ഇപ്പോൾ നമ്മൾ എത്താറായിട്ട് ഇനി ഒരു 30 മിനിറ്റ്സും കൂടി ഉള്ളൂ. മഴക്കാരുള്ള കാരണം കൊണ്ട് ഭയങ്കര ഏക്കവും ക്ലിയറായിട്ട് കാണുന്നില്ല. ഒരേ ഐലൻഡ്സ് ആട്ടത്. അപ്പം ഞങ്ങൾ മെക്സിക്കോ കാൻകൂൺ എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഞങ്ങൾ ഇമിഗ്രേഷൻ ലൈനിലേക്ക് കയറാൻ പോകണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഓൾ ഇൻക്ലൂസീവാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ അവിടെ നിന്ന് പിക്ക് ചെയ്യാനൊക്കെ നമുക്ക് വാനൊക്കെ ഉണ്ടാവും. എന്നിട്ട് നമ്മളെ റിസോർട്ടിലൊക്കെ കൊണ്ടുവന്നാക്കി തരും അവർ. അപ്പം നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇങ്ങനെ വാനിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക. ഇനി നമ്മുടെ ഹോട്ടലിൻ്റെ അവിടെ നമ്മളെ ഡ്രോപ്പ് ചെയ്യും. നമ്മൾ ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള പാക്കേജ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ ഇതുപോലെ വാനിൽ കൊണ്ടിട്ട് നമ്മൾ പിക്ക് ചെയ്യാനൊക്കെ ആളുണ്ടാവും അവിടെ. ഇനിയിപ്പോൾ ഈ വാൻ ഫില്ലാവാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകും. മെക്സിക്കോയിൽ നമ്മുടെ നാട്ടിലൊക്കെ പോലത്തെ വെതറാട്ടോ. പിന്നെ അവിടെ കുറേ ചെടികളൊക്കെ നമ്മുടെ നാട്ടിലുള്ള പോലത്തെയാണ്. പിന്നെ ചില മരങ്ങളൊക്കെ നമ്മുടെ അവിടുത്തെ പോലത്തെയൊക്കെ കാണാനൊക്കെ പറ്റിയിട്ടോ. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് 1.5 മണിക്കൂറോളം ഡ്രൈവ് ചെയ്തിട്ടാണ് നമ്മുടെ റിസോർട്ടിലെത്തിയത്. എന്നിട്ട് നമ്മൾ റിസോർട്ടിൻ്റെ അവിടെ നമ്മുടെ ഗസ്റ്റിൻ്റെ അവിടെ താമസിക്കുന്നവരുടെ പേരൊക്കെ പറഞ്ഞാൽ അവർ അകത്തേക്ക് കയറ്റുള്ളൂ. അങ്ങനെ നമ്മളിത് റിസോർട്ടിൻ്റെ അകത്തേക്ക് കയറുകയാണ്. അവിടുത്തെ ഫ്രണ്ട് ഇൻഫർമേഷൻ ഡെസ്കിലേക്ക് നമ്മളെത്തി. എന്നിട്ട് നമ്മൾ റൂമൊക്കെ രജിസ്റ്റർ ചെയ്ത് അവരൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ നമുക്ക് തന്നു. നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ റിസോർട്ട് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഇൻഫർമേഷൻ ഡെസ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. അതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻറ്റ്സും പിന്നെ ഓരോ ആക്ടിവിറ്റീസും ഓരോ ഇവൻറ്റ്സും എല്ലാം പരിചയപ്പെടുത്തി തരും. അപ്പം ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. ഇനി ഞങ്ങൾ ഞങ്ങളുടെ ബിൽഡിങ്ങിലേക്ക് നടക്കാൻ പോവാണ്. ഇത് കുറേ സെക്ഷൻസ് ആയിട്ടാണ് ഞാൻ കാണിച്ചത്. കണ്ടോ, അപ്പം നമ്മൾ ഈ ഭാഗത്താണ് ഇവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മളിങ്ങനെ നടന്നിട്ട് ഇതാണ് നമ്മുടെ ബിൽഡിംഗ് 2ലേക്ക് പോകണം. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നടക്കാം. വഴുക്കുണ്ട്. ഇപ്പം തന്നെ ഞാൻ വഴിക്ക് വീണാണ്. ഞാൻ വഴിക്ക്. ഇതൊരു ഫോറസ്റ്റ് പോലെ ഒരു ഏരിയൻ്റെ നടുക്കായിട്ടാണ് ഈ റിസോർട്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ട്രീസും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പലതരം ജീവികളൊക്കെ ഇങ്ങനെ നടക്കുന്ന കാണാനായിട്ട് നമുക്ക് പറ്റും. നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ നടന്നു പോയിട്ട് നമുക്ക് ഒരേ അസൈൻഡ് ബിൽഡിംഗ് ഉണ്ടാവും. അവിടെ ആയിരിക്കും. ഇതാണ് കേട്ടോ നമ്മുടെ ബിൽഡിങ്. അപ്പോൾ ഒരു 6 ബിൽഡിംഗ് ഉണ്ട് ആ റിസോർട്ടിൻ്റെ അകത്ത്. അതിൽ 2ാമത്തെ ബിൽഡിങ്ങിലെ 2nd ഫ്ലോറിലായിരുന്നു കേട്ടോ നമ്മുടെ റൂം. ഇതാണ് നമ്മുടെ റൂം. ബ്യൂട്ടിഫുൾ റൂം. നമ്മൾ റൂമിൽ കയറിയിട്ട് നമ്മുടെ ബാഗ്സൊക്കെ അവിടെ വെച്ചു. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പം ഞങ്ങളിനി എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ എന്തൊക്കെ കിട്ടാൻ നമുക്ക് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഞ്ച് ടൈം കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒരു 3:30 ആയി. 3:30 വരെയാണ് എല്ലായിടത്തും ഫുഡൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം എന്താ കഴിക്കാൻ കിട്ടുന്നത്. ഇതാണ് കേട്ടോ ഇവിടുത്തെ പൂള്. നല്ല വലിയ പൂളൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ വരും തൊട്ടപ്പുറത്ത് തന്നെ ബീച്ചാണ്. ഒരു എന്താ പറയുക, കുറച്ച് നടന്നാൽ മതി. പിന്നെ ഞങ്ങൾ ഫുഡ് അന്വേഷിച്ച് പോയിട്ട് അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ മാത്രം ലഞ്ച് പിന്നെ സ്നാക്സ് ഒക്കെ ആയിട്ട് എപ്പോഴും ഉണ്ടാവും. അത് ആക്ച്വലി നമ്മൾ ടിക്കറ്റ് നമ്മളവിടെ റൂം എടുക്കുമ്പോൾ ബേസിക് പ്രിവിലേജ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രിവിലേജ്ഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിവിലേജുകാർക്ക് ഇവിടെ എപ്പോഴും ഫുഡ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇവിടെ ആ നേരത്ത് ഒരു 3:30 അപ്പോൾ വന്നപ്പോഴും ലഞ്ച് അവൈലബിൾ
അവൈലബിൾ ആയിരുന്നു. പിന്നെ ഓൾ ഇൻക്ലൂസീവ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ഓൾ ഇൻക്ലൂസീവ് ആയതുകൊണ്ട് നമ്മൾ എവിടെ ചെന്ന് കഴിച്ചാലും എന്തോരം ഫുഡ് കഴിച്ചാലും നമുക്ക് വേറെ ബില്ലൊന്നുമില്ല. നമുക്ക് കയറി കഴിക്കാൻ നമ്മുടെ റൂം നമ്പർ പറയാം, നമുക്ക് ഫുഡ് അവർ സെർവ് ചെയ്യും. മഴയായി തുടങ്ങി. പിന്നെ ഞങ്ങളിങ്ങനെ ബാക്കി കാര്യങ്ങൾക്ക് ഇങ്ങനെ നടന്നിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന വഴിയിൽ ഇങ്ങനെ ബ്രിഡ്ജ് ഉണ്ട്, മാംഗ്രൂവ്സാണ് ഇപ്പുറത്തൊക്കെ ആയിട്ട്, മാംഗ്രൂവ്സിൻ്റെ ഇടയിൽ കൂടെ ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ ഇത് രാത്രി കാണാൻ നല്ല രസമാട്ടോ, അവരുടെ ലൈറ്റിംഗ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞങ്ങൾ നടന്ന് വരുമ്പോഴാണ് നമ്മളൊരു പെട്ടെന്നൊരു ജീവി ഇങ്ങനെ പോണത് കണ്ടിട്ടാ. ഇപ്പോൾ കാണിച്ചു തരാം. അവിടെ ഇങ്ങനെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കാണുന്ന ജീവികളിലൊക്കെ. അപ്പോൾ അതേ ഇത് കയോട്ടി എന്നാണ് അവർ എഴുതി വെച്ചിരിക്കണേ. ഞങ്ങളിങ്ങനെ ഇവിടെ നടന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് മനസ്സിലാക്കാണ്, എവിടെയാണ് എവിടെ സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. ഹലോ എവരി വൺ. അപ്പം ഞങ്ങൾ കുറേ നടന്ന് കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ദിവസം ചെയ്യാനുള്ള ആക്ടിവിറ്റീസൊക്കെ ഏതാണെന്നൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. 2 മണിക്കൂർ കഴിഞ്ഞാൽ ഡിന്നർ കഴിക്കാൻ പോകണം. അപ്പം ഞാൻ ഞങ്ങളുടെ റൂമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ റൂം നല്ല കിങ് സൈസ് ബെഡ്, ബാക്കിൽ ഇങ്ങനെ മിറർ, ഇവിടെ നല്ല വലിയ സോഫയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ നമുക്ക് ഡ്രിങ്ക്സ് വയ്ക്കാനും വെള്ളം വെച്ചിട്ടുണ്ട്, കോഫി ഉണ്ടാക്കാനുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതെ ഫ്രിഡ്ജിൽ കുറച്ച് ഡ്രിങ്ക്സും പെപ്സി, വെള്ളം, കുറച്ച് സ്നാക്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്നും ഒരു റീഫിൽ ചെയ്യും. ഇതൊക്കെ നമുക്ക് നമ്മുടെ പാക്കേജിൻ്റെ ഒപ്പം ഉള്ളതാണ്. അപ്പോൾ ഇതിന് എക്സ്ട്രാ പേ ചെയ്യാൻ വേണ്ട, ഇതിൻ്റെ ഫുള്ളായിട്ട് നമുക്കുള്ളതാണ്. പിന്നെന്താ, പിന്നെ ഞാൻ ബാത്റൂം കാണിച്ചു തരാം. ബാത്റൂം 2 സിങ്ക് ഉണ്ട്, നല്ല അടിപൊളി ബാത്റൂം. പിന്നെ ഒരു ഷവർ ഏരിയ. പിന്നെ ഇവിടെ നമ്മുടെ വാർഡ്രോബ്, ബീച്ച് ടവലൊക്കെ ഉണ്ട്. ഫോറസ്റ്റ് ആട്ടാ. ഇത് നമ്മുടെ റൂമിൻ്റെ ബാൽക്കണി ആട്ടോ. അപ്പോൾ അവർ ബാൽക്കണിയിൽ 2 ചെയർസൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്നിട്ട് ഇങ്ങനെ ഒന്നും കുറച്ച് അങ്ങോട്ട് ലോങ് ഡിസ്റ്റൻസ് വ്യൂ ഇല്ല, പക്ഷേ ഇങ്ങനെ ഗ്രീനാണ് പുറത്ത് നോക്കുമ്പോൾ മൊത്തം. ഞങ്ങൾ റൂമിൽ വന്നാൽ ചേഞ്ച് ചെയ്തു ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവാം. ഞങ്ങൾ റെഡി ആയിട്ട് ഡിന്നർ കഴിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ അകത്ത് ഒരു 9 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിന്നർ നമ്മൾ കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ റിസർവ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മൾ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 7:30 തോന്നുന്നു ഞങ്ങൾ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഗ്രില്ലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ നല്ലൊരു നല്ല ഡൈനിങ് എക്സ്പീരിയൻസ് ആണ് അവിടെ. ഞങ്ങളപ്പോൾ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ സാലഡും പിന്നെ ലോബ്സ്റ്റർ ബിസ്കും പറഞ്ഞു. കോഴ്സ് വന്നു ന്യൂയോർക്ക് സ്റ്റേക്ക്. മോൻ്റെ എന്നിട്ടാ പിക്കാനി. ഡെസേർട്ട് കഴിക്കാൻ പോവാണ്. ചോക്ലേറ്റ് കേക്കും പിന്നെ ചീസ് കേക്കാണ് ടേസ്റ്റ് ചെയ്ത് ഇവിടെ.
പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ മെക്സിക്കൻ നൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നത് സാറ്റർഡേ ആട്ടോ. അപ്പോൾ സാറ്റർഡേ മാത്രമേ ഉള്ളൂ അവിടെ മെക്സിക്കൻ നൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം തന്നെ അവിടെ കുറേ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാൻസ് പരിപാടികളും പിന്നെ എന്താ പറയുക ഗസ്റ്റായിട്ടുള്ള ഇൻട്രാക്ട് ചെയ്യുന്ന ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും കുറേ പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്തു കേട്ടോ. പിന്നെ അവിടെ കുറേ മെക്സിക്കൻ സ്നാക്സും പിന്നെ കട്ട് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പോയിട്ട് കഴിക്കാം. ഇത് ഇവിടുത്തെ എൻ്റർടൈൻമെൻറ്റ് ടീമാട്ടോ. ഇവർ ത്രൂ ഔട്ട് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന 3 ഡേയ്സും അവിടെ ഓരോ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഡാൻസ് പെർഫോമൻസ് തുടങ്ങി. മെക്സിക്കൻ ഡാൻസ്, ടാപ്പ് ഡാൻസ് ആയിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നല്ല കളർഫുൾ നോക്കിയാൽ നല്ല രസമല്ലേ, അവർ കാലുകൊണ്ട് ചെയ്യണത് കാണാൻ എന്ത് രസമാണ്. ഞാൻ അവരെ കാലിൽ ഇങ്ങനെ സ്റ്റെപ്പ് വർക്ക്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവർ തന്നെ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് കോസ്റ്റ്യൂമും ചേഞ്ച് ചെയ്ത് അടുത്ത ഡാൻസ് ചെയ്യും. അവർ എത്ര പെട്ടെന്ന് കോസ്റ്റ്യൂം ചെയ്ത് വരുന്നതാണ്. എന്ത് രസമാണ് അവർ. പിന്നെ ഒരു ഗ്യാപ്പില്ലാണ്ട് അവരിങ്ങനെ എനിക്കൊന്നും ഒരു 1 hour അവരൊരു ഗ്യാപ്പില്ലാണ്ട് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് നെക്സ്റ്റ് ഡാൻസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഡാൻസിൽ നമ്മുടെ നാട്ടിലെ കളരിപ്പയറ്റൊക്കെ പോലെ ഇവരുടെ കൾച്ചറിൽ എന്തോ ഒരു ഇതാന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ വാളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ അവരിങ്ങനെ 2 പേരും കൂടി ഇങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ അതുമ്പോൾ സ്പാർക്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഗെയിമായിരുന്നു. അതിലെന്ന് പറയുമ്പോൾ അവർ കുറച്ചൊരു സീക്വൻസ് ഓഫ് ആക്ഷൻസും ഡാൻസൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിച്ചായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവർ സെലക്ട് ചെയ്ത കുറച്ച് പാർട്ടിസിപ്പൻസ് അഖിൽ ചേട്ടനുണ്ടായിരുന്നതിൽ. അപ്പോൾ അവർ അത് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കണം. അതുപോലെ ഏറ്റവും നന്നായിട്ട് കാണിക്കണം. Okay, from USA, it is Akil! Muy bien. Ahora, caminada de charro, charro's walk. María, tráeme mi tequila, por favor. María, tráeme tequila, por favor. ¿Qué pasa, María? Muy bien. Tomando tequila, un momento, one moment. Y una vez más, one more time. ¿Qué decimos? And we say, hip, hip. Tequila. ¡Vámonos!
അങ്ങനെ നല്ലൊരു അടിപൊളി ഫണ്ണ് മെക്സിക്കൻ നൈറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ബിൽഡിങ്ങിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓൺ ദ വേ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. കണ്ടോ, ഇതാ മാംഗ്രോവ്സിൻ്റെ ആ വഴിയാണ്. അവിടെ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ ലൈറ്റ്സ് ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. നല്ല പലതരം കളേഴ്സ് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും. അടിപൊളിയാണ് കാണാൻ, നല്ലൊരു വൈബാണ്. നല്ല രസമല്ലേ ഇവിടെ കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾ കണ്ടത് ഞങ്ങളുടെ മെക്സിക്കൻ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. ഇനി അടുത്ത വ്ളോഗിൽ ഞാൻ ഇടാൻ പോകുന്നത് സെക്കൻഡ് ഡേയും തേർഡ് ഡേയും കൂടിയിട്ടുള്ളതാണ്. അതിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഞങ്ങൾ ഐലൻഡിൽ പോയത്, പിന്നെ പൂൾ പാർട്ടി, പിന്നെ റിസോർട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കാണിക്കും. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ എഴുതി അറിയിക്കണം കേട്ടോ. താങ്ക് യു so much. Bye.